ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് നല്ല ടേസ്റ്റി ഒരു മാങ്ങാച്ചാർ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റിയാണ്. നല്ല മധുരവും പുളിയും എരിയും എല്ലാം ഉള്ള ഒരു മധുര മാങ്ങ അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയാലോ. അച്ചാറിടാനായിട്ട് ഞാൻ ഈ മാങ്ങയൊക്കെ അരിഞ്ഞു വെച്ചേക്കുവാണ്. ഇതൊരു 4 മാങ്ങ ഉണ്ടായിരുന്നു, ചെറിയ മാങ്ങകളാണ്. അപ്പോൾ കനം കുറച്ച് താണ്ട് ഇതേ പരുവത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം മാങ്ങയൊക്കെ അരിയുന്ന അവനവൻ്റെ ഇഷ്ടമാണ്. കട്ട കട്ടയായിട്ട് വലിയ കഷ്ണങ്ങളായിട്ട് അരിയാം, ഇതുപോലെ അരിയാം. അപ്പോൾ ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ലായിരുന്നു. ഉപ്പ് കല്ലിട്ട് വെച്ചിരുന്നത് കൊണ്ട് ഇങ്ങനെ വെള്ളം ഇറങ്ങിയതാണ്. ആ വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൂടെ ഒക്കെ എടുക്കാം. അപ്പോൾ അച്ചാറിടാനായിട്ട് ഞാനൊരു 10-12 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ വറ്റൽമുളകൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു ഉണങ്ങിയ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു 3 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പെരുംജീരകം. അപ്പോഴേ ഇത് 3 കൂടി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടതിന് ശേഷം നല്ലപോലെ വറുത്തെടുക്കാം. ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോഴും നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന തണുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കിയെടുക്കാം. മധുരത്തിന് ആവശ്യമായ ശർക്കര ഞാനൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളം അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഉരുവി വരട്ടെ. അതുപോലെ വറുത്തെടുത്ത മുളക് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോഴേ മുളക് പൊടിച്ചെടുത്ത ജാറിലേക്ക് തന്നെ ഞാൻ ആ കടുകും ഉലുവയും പെരിഞ്ചീരകവും കൂടെ വറുത്ത് വെച്ചിരുന്നില്ലേ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് പൊടിച്ചെടുക്കാം. നമ്മുടെ ഉലുവയും കടുകും പെരുംജീരകവും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി, ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകണമെന്നില്ല. അതുപോലെ മുളകൊക്കെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിടാം. അച്ചാറിടാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ ചൂടായി വന്നതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇപ്പോഴേ നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് വഴണ്ട് വരട്ടെ. ഇതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങയും അതിനകത്ത് ഉപ്പ് നീരുണ്ട്, അപ്പോൾ അതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ മാങ്ങയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരുന്ന ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ശർക്കര വെള്ളത്തിൽ കിടന്ന് ഇത് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. ഈ മാങ്ങ വെന്ത് വരാനായിട്ട് നമുക്ക് ചെറിയ തീയിൽ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടായിരുന്നല്ലോ അത് വെച്ചിരുന്നത്. അപ്പോൾ ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങയൊക്കെ ഈ ശർക്കര വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ തിളച്ച് വറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന പൊടികളൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിച്ച് വെച്ചിരുന്നില്ലേ, എല്ലാം വറുത്തെടുത്ത പൊടിയായതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കാൻ പറ്റുന്നത്. പച്ചപ്പൊടികളാണെങ്കിൽ ഇങ്ങനെ ചേർക്കാൻ പറ്റത്തില്ല. അതുമല്ല നമ്മൾ അച്ചാറൊക്കെ ഇടുമ്പോഴും ഇങ്ങനെ വറുത്ത് പൊടിച്ചിടുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. അപ്പോഴും മുളക് പൊടിച്ച് വെച്ചിരുന്നത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കടുവും ഉലുവയും എല്ലാം കൂടെ പൊടിച്ച് വെച്ചിരുന്നില്ലേ, അത് കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. മധുരമാങ്ങ അച്ചാറൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് പുളിപ്പ് കുറവുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നല്ല പുളിപ്പുള്ള മാങ്ങയുണ്ട്, ഞാൻ ഒഴിക്കുന്നില്ല. അങ്ങനെ നല്ല മധുരവും പുളിയും ഉപ്പും എല്ലാം ചേർന്ന് അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. കുട്ടികളൊക്കെ ഇത് ഇങ്ങനെ കോരിക്കൊണ്ടിടുന്ന തിന്നും, അതേപോലെ ടേസ്റ്റാണ് അതിന്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബായ്.